ഹായ് ഫ്രണ്ട്സ്, ഞാനും മിച്ചുകുട്ടനും കൂടി വോട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. എനിക്ക് ഇപ്രാവശ്യം എൻ്റെ വീട്ടിലാണ് വോട്ടുള്ളത്. അപ്പോൾ അതാ ഓട്ടോയിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ. ബസ്സിൽ നിന്ന് ഇറങ്ങി ഓട്ടോ വിളിച്ചു. അങ്ങനെ അവിടെ എത്തി വോട്ടൊക്കെ ചെയ്തു. ഇച്ചുകുട്ടനുള്ളത് കൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റി. അങ്ങനെ അതാ ഞാൻ എൻ്റെ അമ്മേനെ വെയിറ്റ് ചെയ്ത് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. ഇച്ചുകുട്ടൻ അപ്പോഴേക്ക് ഉറക്കത്തുനിന്ന് എണീറ്റിട്ടുണ്ടായിരുന്നു. ഉറക്കത്തുനിന്ന് എണീറ്റിട്ട് ഇത് എവിടെയെന്ന് വിചാരിച്ച് അവൻ അന്തം വിട്ടിട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. ഇച്ചുകുട്ടുള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കയറാൻ പറ്റി കേട്ടോ. അങ്ങനെ ഇതാ ആൾക്കൂട്ടങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 4 വരെ പഠിച്ച സ്കൂളാണ് കേട്ടോ ഇത്. അപ്പോൾ അത് കണ്ടപ്പോൾ പണ്ടത്തെ ഓർമ്മകളൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വന്നു. അങ്ങനെ ഓർമ്മകളായി വറുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയുടെ വോട്ട് ചെയ്യൽ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും മിച്ചുക്കുട്ടൻ അമ്മമ്മ അമ്മമ്മ എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ അടുത്തോട്ട് പെട്ടെന്ന് ചാടി കേട്ടോ. ഇനി പിന്നെ എന്നെ വേണ്ടി വരില്ലേ, ഇനി അമ്മയുടെ കൂടെ തന്നെ ആയിരിക്കും കേട്ടോ ആള്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ദൂരം നടന്നപ്പോഴേക്കും അച്ഛൻ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇച്ചുകുട്ടന് ഡബിൾ സന്തോഷമായി. അച്ഛനെ കണ്ടപ്പോൾ അമ്മയുടെ ഒക്കത്തുനിന്ന് ഇറങ്ങി ഓടാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ വേഗം ചാടി ഇറങ്ങി എൻ്റെ അച്ഛൻ്റെ അടുത്തോട്ട് ഓടി പോവുകയാണ് കേട്ടോ. അമ്മച്ചാന്ന് വിളിച്ചിട്ടാണ് ആൾ ഓടി പോണത്. അച്ഛനാണെങ്കിൽ കുട്ടിയെ കണ്ട സന്തോഷത്തിൽ ഇതാ വേഗം കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ ഇതാ രണ്ടുപേരും കൂടി നടന്നു. അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുകയാണ്. ആർക്കാണ് വോട്ട് ചെയ്തത്, ആരാണ് ഇപ്രാവശ്യം ജയിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. ഞാൻ പറഞ്ഞു അതെൻ്റെ വ്യക്തിപരമായ കാര്യമാണ്, ഞാൻ പറയില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോൾ അവൻ്റെ മേമ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ അടുത്തുനിന്ന് വേഗം മേമയുടെ അടുത്തോട്ട് ചാടി. അപ്പോൾ വോട്ട് വിശേഷം ഇത്രയേ ഉള്ളൂ.